സാർ, സോണിയുടെയും രാഹുലിന്റെയും ഒക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന് കേൾക്കുന്നല്ലോ. നാഷണൽ ഹെറാൾഡ് തട്ടിപ്പ് കേസ്, അതായത് യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി സോണിയാഗാന്ധിയും രാഹുലും കൂടി കെട്ടിപ്പൊക്കി, അമ്മയും മോനും കൂടി. എന്നിട്ട് ഈ നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്തുക്കൾ പിടിച്ച് അടക്കി. ആ തട്ടിപ്പ്, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അങ്ങനത്തെ പല പരിപാടികളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു താൽക്കാലികമായ കണ്ടുകെട്ടൽ മുമ്പ് നടന്നിരുന്നു. അത് സ്ഥിരമാക്കിയിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ഉണ്ടല്ലോ, നാഷണൽ ഹെറാൾഡിൻ്റെ മുംബൈ, ഡൽഹി, ലക്നൗ ഈ ഭാഗത്തുള്ള വലിയ വില പിടിച്ച സ്വത്തുക്കൾ ഇത് മുഴുവൻ ED കണ്ടുകെട്ടി. അപ്പം അതിന് പെർമനന്റ് ആയിട്ടല്ലേ? ഇനി അവർക്കതില്ല, തട്ടിപ്പാണത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആണിത് ചെയ്തിരിക്കുന്നത്, ഏപ്രിൽ 11. അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത്. ഡൽഹി, മുംബൈ, ലക്നൗ സ്വത്തുക്കൾ കെട്ടുന്നതായിട്ട് ഈ പ്രോപ്പർട്ടി രജിസ്ട്രാർക്കൊരു നോട്ടീസ് കൊടുത്തിരുന്നു. അത് 11-ാം തീയതിയാണ് കൊടുത്തത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് AJL ആയിരുന്നു നാഷണൽ ഹെറാൾഡിന്റെ ഉടമ. 1937 നെഹ്റു ഉണ്ടാക്കുന്നതാണ് കോൺഗ്രസിന്റെ മുഖപത്രം എന്നുള്ള നിലയ്ക്ക്. അന്ന് കമ്പനിയുടെ പേര് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, പാവങ്ങൾ ചെറിയ തുക എടുത്തിട്ടാണ് അന്ന് 5 ലക്ഷം രൂപ സ്വരൂപിച്ചത്. അതാണ് തട്ടിയെടുത്തത് ഈ രണ്ടുപേരും കൂടിയിട്ട്. എന്തൊരു പൈതൃകമാണ്. അപ്പോൾ സോണിയും രാഹുലുമാണ് പിന്നെ ഉടമസ്ഥരായത് ആ പ്രോപ്പർട്ടിയുടെ മുഴുവൻ. അപ്പോൾ സാമ്പത്തിക ക്രമക്കേട്, ഫണ്ട് തിരിമറി, AJL ഈ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് വാങ്ങിയുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആദ്യത്തെ പരാതി. ഇത് കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. കോടതി പോലീസിനോട് പറഞ്ഞിട്ടാണ് അന്വേഷിച്ചത്. പിന്നീട് ED ഇതിൽ കയറി ഇടപെടുന്നതും ഒക്കെ. 2000 കോടി രൂപയുടെ സ്വത്തുണ്ട് എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിരുന്നത്. 2000 കോടി രൂപയുടെ സ്വത്തുണ്ട് ഈ AJLന്, നാഷണൽ ഹെറാൾഡിൻ്റെ കമ്പനിക്ക്. അതാണ് ഇവർ കൈയടക്കിയത്. ഇത് 5000 കോടി വരെ ഇതിൻ്റെ മൂല്യം പറയുന്നുണ്ട്. 988 കോടി എന്നാണ് EDയുടെ കണക്ക്. ഈ കണ്ടുകെട്ടുമ്പോൾ മുൻപത്തെ താൽക്കാലിക കണ്ടുകെട്ടൽ ഇപ്പോൾ കോടതി ശരിവച്ചു. 2023 നവംബറിലാണ് ED താൽക്കാലികമായിട്ട് കെട്ടിയത്. 2 കൊല്ലം മുമ്പ് നവംബറിലാണ് താൽക്കാലികമായി കണ്ടുകെട്ടിയത്. ഈ ഡൽഹി, മുംബൈ, ലക്നൗ പ്രോപ്പർട്ടികൾ തന്നെ 661 കോടി രൂപയുടെ ഈ മറ്റേ കെട്ടിടങ്ങൾ, അങ്ങനെ പ്രോപ്പർട്ടി, സ്ഥലം, ആ സ്വത്ത് പ്ലസ് AJLന്റെ ഓഹരികൾ, ആ ഓഹരികളുടെ മൂല്യം, അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് 988 കോടി വരുന്നത്. ചില പത്രങ്ങൾ 661 കോടിയുടെ കണക്കേ പറയുള്ളൂ. പക്ഷെ ഓഹരി മൂല്യം കൂടി ചേർക്കുമ്പോഴാണ് 988 കോടി വരുന്നത്. അപ്പോൾ ഓഹരികളുടെ മൂല്യം 90.28 കോടി ആണ് ED കണക്കാക്കിയിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇത്രയും വരുന്നത്. ഏപ്രിൽ 10-ാം തീയതി ജപ്തി സ്ഥിരീകരിച്ചു, സ്ഥിരമായി. പിന്നെ ഒരു നോട്ടീസ് ജിൻഡാൾ സൗത്ത് വെസ്റ്റ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ED നോട്ടീസ്. മുംബൈയിലെ ഹെറാൾഡ് ഹൗസ്, ഈ നാഷണൽ ഹെറാൾഡിൻ്റെ മുംബൈയിലെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിൻ്റെ 3 നിലകൾ ജിൻഡാൾ സൗത്ത് വെസ്റ്റ് പ്രോജക്ട്സിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, നല്ല വാടകയ്ക്ക്. അപ്പോൾ ഇനി ഈ കണ്ടുകെട്ടിയ സ്ഥിതിക്ക് മുംബൈ ഹെറാൾഡ് ഹൗസിലെ 3 നിലകളുടെ വാടക ജിൻഡാൾ സൗത്ത് പ്രോജക്ട്സ് EDക്ക് കൊടുക്കണം. EDയുടെ കയ്യിലാണല്ലോ ഇനി കൊടുക്കേണ്ടത് സോണിക്കും രാഹുലിനും അല്ല, EDക്ക് കൊടുക്കണം. ഭാവി പേയ്മെൻറ്റുകൾ EDക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നോട്ടീസും കൊടുത്തിട്ടുണ്ട് ആ വാടകക്കാർക്ക്.
2021 ED അന്വേഷണം തുടങ്ങിയത് ഈ കേസിനെ സംബന്ധിച്ച്. 2014 സുബ്രഹ്മണ്യൻ സ്വാമി സ്വകാര്യ ഹർജി കോടതിയിൽ കൊടുത്തത്. 2000 കോടി സ്വത്ത് 50 ലക്ഷത്തിന്, വെറും 50 ലക്ഷം രൂപയ്ക്ക് 2000 കോടിയുടെ സ്വത്ത് സോണിയയും രാഹുലും കൂടി അടിച്ചു മാറ്റി എന്നുള്ളതായിരുന്നു കേസ്. ഡൽഹി ഹൈക്കോടതി മറ്റേ കേസ് പോയിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹി ഹൈക്കോടതിയിൽ ഇത് റദ്ദാക്കണം, കുറ്റപത്രം റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു. ഡൽഹി ഹൈക്കോടതി തുടരാനായിട്ട് അനുവദിച്ചു അന്വേഷണം. അപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും തള്ളി, അന്വേഷണം തുടരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് EDയുടെ അന്വേഷണം വന്നത്. ED ഒരുപാട് തെരച്ചിലുകൾ നടത്തി, റെയ്ഡുകൾ നടത്തി, രേഖകൾ പിടിച്ചെടുത്തു. അങ്ങനെയാണ് ഈ കണക്കൊക്കെ മനസ്സിലാകുന്നത്. ഇത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യങ് ഇന്ത്യൻ വഴി AJL പിടിച്ചെടുത്തിട്ട്, യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു കമ്പനി, യങ് ഇന്ത്യൻ എന്ന് പറയുന്നത്, യങ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിയുടെ പത്രമായിരുന്നു. ഈ തട്ടിപ്പ് കമ്പനിക്ക് ഗാന്ധിയുടെ പത്രത്തിന്റെ പേരാണ് ഇട്ടത്. യങ് ഇന്ത്യ എന്നുള്ള പേരിൽ AJL വാങ്ങിച്ചിട്ട് ആ ശൃംഖല വഴി ഇവര് ഈ കള്ളപ്പണം വെളുപ്പിച്ചു. അതായത് രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ ചില ആളുകൾക്ക് സംഭാവന കൊടുക്കണം, കോഴ കൊടുക്കണം എന്ന് തോന്നുമല്ലോ. അവരിവിടെ പരസ്യം, ഇപ്പോൾ നാഷണൽ ഹെറാൾഡിന് പരസ്യം എന്ന് പറഞ്ഞിട്ട് കുറെ പൈസ കൊടുക്കാമല്ലോ. അങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിച്ചത്. നീട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന സംഭാവനകൾ ഉണ്ടല്ലോ, കോഴ കള്ളപ്പണം, അത് 18 കോടി രൂപ ഈ നാഷണൽ ഹെറാൾഡിന്റെ ശൃംഖല വഴി ഉപയോഗിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ ശൃംഖല തട്ടിപ്പിന് ഉപയോഗിച്ചു. 38 കോടി രൂപ മുൻകൂറായി വാടക വാങ്ങിച്ചു പല വാടകക്കാരിൽ നിന്ന്. കടകളും ഒക്കെ ഉണ്ടല്ലോ, മുംബൈ, ലക്നൗ, ഡൽഹി എന്നൊക്കെ പറയുമ്പോൾ വലിയ കടകളൊക്കെ വരുമല്ലോ. 38 കോടി രൂപ വാങ്ങിച്ചു. 29 കോടി രൂപ പരസ്യമായിട്ട് വാങ്ങിച്ചു. ചെറിയ പരസ്യമൊക്കെ ആയിരിക്കും, അതിന് വലിയ തുകയൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലോ കോഴ പരിപാടികൾ. പരസ്യമായിട്ട് കോഴ, മുൻകൂർ വാടകയായിട്ട് കോഴ. അങ്ങനെ 18 + 38 കോടി, 18 അല്ലേ, അത്രയും 56 കോടി രൂപ അങ്ങനെയും ഉണ്ടാക്കി. AJLന് നാഷണൽ ഹെറാൾഡ് നഷ്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ പല രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ വീക്ഷണം രാഷ്ട്രീയ കക്ഷി നടത്തുകയാണ്. കോൺഗ്രസ് വലിയ നഷ്ടത്തിലായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും പ്രൊഫഷണലായിരിക്കില്ല. അങ്ങനെ ഈ AJL എന്ന് പറഞ്ഞ കമ്പനിക്ക് വലിയ നഷ്ടം വന്നു നാഷണൽ ഹെറാൾഡ് നടത്തിയിട്ട്. അപ്പോൾ ഈ കോൺഗ്രസ് AICC AJLന് പലിശയില്ലാത്ത വായ്പ കൊടുത്തു 90.25 കോടി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് എഴുതിത്തള്ളി കോൺഗ്രസ്. 90 കോടി രൂപയുടെ പലിശയില്ലാത്ത വായ്പ കോൺഗ്രസിൽ നിന്ന്. അത് റീപേ ചെയ്തില്ല. 2010 യങ് ഇന്ത്യൻ ഉണ്ടാക്കിയത്. 5 ലക്ഷം രൂപയായിരുന്നു മൂലധന സമാഹരണം, പെയ്ഡപ്പ് ക്യാപിറ്റൽ. AJL ഓഹരികൾ, ആ ഓഹരികൾ മുഴുവൻ ഓഹരി ഉടമകൾ ഒന്നും അറിയാതെ സ്വന്തമാക്കി, പൊതുയോഗമൊക്കെ നടത്തി, സ്വത്തുക്കളും സ്വന്തമാക്കി. 5000 സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ ഓഹരി ഉടമകളായിരുന്നത്. 1937 5 ലക്ഷം രൂപ സ്വരൂപിച്ചു 5000 സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന്. ആ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ ഉണ്ടായിരുന്നു. AICC പ്രസിഡന്റായിരുന്ന പുരുഷോത്തം ദാസ് ടണ്ടൻ, ആചാര്യ നരേന്ദ്രദേവ്, കൈലാസ് നാഥ് കഡ്ജു, റാഫി അഹമ്മദ് കിഡ്വായ്, ഗോവിന്ദ ബല്ലഭ് പന്ത് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇവരെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1057 ഓഹരി ഉടമകൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഗാന്ധിജിയുടെ പത്രത്തിന്റെ പേര് വെച്ചിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്നത് ആ കുടുംബത്തിന് തന്നെ ഒരു നാണക്കേടില്ല. അവർക്ക് തന്നെ സ്വയം തോന്നണ്ടേ അവരെ ആ തട്ടിപ്പ് നേരത്തെ നടത്തിയിട്ടുണ്ടല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ ഫിറോസ് ഗണ്ഡി എന്നുള്ള പേര് ഗാന്ധി എന്ന് മാറ്റിയിട്ട് അല്ലേ, മഹാത്മാഗാന്ധിയുടെ കുടുംബക്കാരാണ് ഞങ്ങൾ എന്നുള്ള മട്ടിലാണ് നടക്കുന്നത്. 2 വലിയ പേരുകൾ, നെഹ്റു, ഗാന്ധി, അത് ഉപയോഗിച്ചിട്ടാണ്
ഈ തട്ടിപ്പ് നടത്തി നടക്കുന്നത്. ഭീകര തട്ടിപ്പല്ലേ അത്. അപ്പോൾ ഈ തിരിച്ചടിയിൽ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇനി ഇവർക്കെതിരെ തിരിയുമോ? അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുമോ? ഒരിക്കലും തിരിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സമ്പാദിച്ചു കൊടുക്കാനായിട്ട് കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ മോട്ടിലാൽ വോറയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അയാൾക്കൊക്കെ പങ്കുണ്ട്. ഇതിൻ്റെ പ്രഷറൊക്കെ ആയിട്ട് നടന്നില്ലേ, അവരൊക്കെ കൂട്ടുകച്ചവടം പോലെ. കൂട്ടുകച്ചവടം എന്താണെന്ന് വെച്ചാൽ 90 കോടി രൂപ പലിശരഹിത വായ്പ എഴുതി തള്ളിയത് ഇവരെ ഏറ്റെടുത്ത പിന്നാലെയാണല്ലോ കോൺഗ്രസ്. അപ്പൊ സോണിയാഗാന്ധിക്കും കുടുംബത്തിനും ഇത്ര 90 കോടി രൂപ കോൺഗ്രസ് വെറുതെ സംഭാവന കൊടുത്ത പോലെയൊക്കെ ആയി. ഇവര് ചെയ്ത സേവനങ്ങൾക്ക് അല്ലേ, ഒരു തട്ടിപ്പിന് ഒത്താശ ചെയ്ത് ഇങ്ങനെ 2000 കോടി രൂപയുടെ സ്വത്ത് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന 988 കോടി രൂപയുടെ സ്വത്താണ് ED കണ്ടുകെട്ടിയിരിക്കുന്നത്. അത് ED വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അത് സ്ഥിരമാണ്, അത് ഇനി കിട്ടുന്ന വിചാരിക്കണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.